ദുബായിലുള്ള ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഡൈവിംഗ് പൂളിന്റെ നിർമ്മാണ സമയത്ത് 45 മീറ്റർ ആഴത്തിൽ ടണൽ കുഴിച്ച ശേഷം എഞ്ചിനീയറിംഗ് ടീം ഒരു വലിയ പ്രശ്നം നേരിട്ടു. പോളണ്ടിൽ ഡീപ്പ് സ്പോട്ട് എന്ന പേരിൽ 45 മീറ്റർ ആഴമുള്ള ഒരു ഡൈവിംഗ് പൂൾ ഇതിനോടകം തന്നെ തുറന്നിരുന്നു. ഇതായിരുന്നു ആ വലിയ പ്രശ്നം. ദുബായ്ക്ക് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള പൂൾ എന്ന റെക്കോർഡ് നേടണമെങ്കിൽ ഈ പൂളിന്റെ ആഴം 45 മീറ്ററിൽ നിന്നും 60 മീറ്ററായി ഉയർത്തേണ്ടതുണ്ട്. കേൾക്കുമ്പോൾ ഇത് വെറും താഴേക്ക് കുഴിച്ചാൽ പോരെ എന്ന് നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വലിയ അപകടമാണ്. പൂൾ 60 മീറ്റർ ആഴത്തിലാക്കി നിർമ്മിച്ചാൽ ഭൂഗർഭ ജലത്തിന്റെ സമ്മർദ്ദം പൂളിനെ മുഴുവനായും മുകളിലേക്ക് തള്ളാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഒരു വെള്ളം നിറച്ച കുപ്പി വെള്ളത്തിലിട്ടാൽ പൊങ്ങി വരുന്നത് പോലെയാണിത്. ഒരുപക്ഷെ പൂൾ മുഴുവനായും ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെ ദുബായിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പൂൾ എന്നത് വെറും ഒരു സ്വപ്നമായി മാറി. പക്ഷേ പിന്നീടുണ്ടായ ഒരു ഐഡിയ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിമറിച്ചു. ലോക റെക്കോർഡുകളുടെ കാര്യത്തിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന നഗരമാണ് ദുബായ്. 425ലധികം ഗിന്നസ് വേൾഡ് റെക്കോർഡുമായി മിഡിൽ ഈസ്റ്റിൽ 1-ാം സ്ഥാനത്താണ് ദുബായ് ഉള്ളത്. ഈ റെക്കോർഡുകൾ എന്ത് വില കൊടുത്തും നിലനിർത്തണമെന്ന് ദുബായ് ഭരണകൂടം എന്നും ആഗ്രഹിക്കുന്നതാണ്. ആ പട്ടികയിൽ പുതുതായി വന്ന ഒരു റെക്കോർഡാണ് ഡീപ് ഡൈവ് ദുബായ്. ദുബായിയുടെ ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആഗ്രഹപ്രകാരമാണ് ഈ പ്രോജക്റ്റ് ആരംഭിച്ചത്. ഇന്ന് ഡീപ് ഡൈവ് ദുബായ് വെറും ഒരു സ്വിമ്മിംഗ് പൂൾ മാത്രമല്ല, അത് മറ്റൊരു ലോകമാണ്. 60 മീറ്റർ അഥവാ 197 അടി ആഴമുള്ള ഇത് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഡൈവിംഗ് പൂളാണ്. ഇതിൽ ഏകദേശം 1,40,00,000 ലിറ്റർ വെള്ളമുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ 6ഓളം വരുന്ന ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളുകളിൽ ഉൾക്കൊള്ളുന്ന അത്ര വെള്ളമാണ് ഇതിനുള്ളത്. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ 90,000 വരുന്ന ആളുകൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവാണിത്. ഈ പൂളിന്റെ പ്രത്യേകത അതിന്റെ മുങ്ങിയ നഗരം എന്ന തീമാണ്. ഡൈവിംഗ് ചെയ്യുന്ന ആളുകൾക്ക് വെള്ളത്തിനടിയിൽ ഒരു നഗരം അനുഭവിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ പൂളിലെ വെള്ളം ശുദ്ധമായി സൂക്ഷിക്കാൻ നാസയുടെ സഹായത്തോടെ ഒരു പ്രത്യേക ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും മുഴുവൻ 14 മില്യൺ ലിറ്റർ വെള്ളവും ശുദ്ധീകരിക്കപ്പെടും. പുറത്ത് 50 ഡിഗ്രി സെൽഷ്യസ് ചൂടായാലും ഇനി കുറഞ്ഞത് 20 ഡിഗ്രി സെൽഷ്യസ് ചൂടായാലും പൂളിലെ വെള്ളം എപ്പോഴും 30 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നിലനിർത്തുന്നു. ഇത്തരമൊരു പൂൾ നിർമ്മിക്കുന്ന സമയത്ത് എഞ്ചിനീയർമാർ നിരവധി വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ആദ്യത്തെ വെല്ലുവിളി ഇതിന്റെ ഡിസൈൻ തന്നെയാണ്. ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് ഹംദാൻ ദുബായിയുടെ സംസ്കാരത്തെ തോന്നിപ്പിക്കുന്ന ഒരു ഡിസൈനാണ് ആഗ്രഹിച്ചിരുന്നത്. ഓയിൽ, ടൂറിസം എന്നിവയ്ക്ക് മുമ്പ് ദുബായിയുടെ പ്രധാന വരുമാന മാർഗം പേളിംഗ് ഡൈവിംഗ് ആയിരുന്നു. പ്രൊഫഷണൽ ഡൈവിംഗ് ചെയ്യുന്ന ആളുകൾ സ്ക്യൂബ ഉപകരണങ്ങൾ ഇല്ലാതെ കടലിൽ മുങ്ങി ചിപ്പികളിൽ നിന്ന് മുത്തുകൾ കണ്ടെത്തുമായിരുന്നു. അതിനാലാണ് ഡീപ് ഡൈവ് ദുബായിയെ ഒരു സമുദ്ര ചിപ്പ് പോലെ ഡിസൈൻ ചെയ്തത്. പക്ഷേ പുറത്തുള്ള ഡിസൈൻ തീരുമാനിച്ചതിന് ശേഷം ഇതിലെ ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഡൈവിംഗ് പൂൾ എങ്ങനെ നിർമ്മിക്കും? ഇതോടെ ലോകമെമ്പാടുമുള്ള ആർക്കിടെക്ചർമാരെയും എഞ്ചിനീയർമാരെയും ദുബായിലേക്ക് വിളിച്ചു കൂട്ടുകയാണ്. ഏറ്റവും എളുപ്പമുള്ള മാർഗം 45 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം നിർമ്മിച്ച് അതിനുള്ളിലേക്ക് വെള്ളം നിറക്കുന്നതായിരുന്നു. പക്ഷേ ഇതിലും ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഗിന്നസ് റെക്കോർഡ് നേടണമെങ്കിൽ നിർബന്ധമായും പൂൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് ഭൂമിക്കടിയിൽ തന്നെയാകണം. രണ്ടാമതായി അവർ നേരിട്ട മറ്റൊരു പ്രശ്നം ദുബായ് വളരെ ചൂടുള്ള നഗരമാണ്. ഭൂമിക്ക് മുകളിൽ ഇതുപോലെ ഒരു പൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂട് പൂളിന്റെ അന്തരീക്ഷത്തെയും വലിയ രീതിയിൽ ബാധിക്കും. അതിനാൽ ഈ തീരുമാനം അവിടെ ഇല്ലാതായി. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഡൈവിംഗ് പൂൾ ഭൂമിക്കടിയിൽ തന്നെ നിർമ്മിക്കാമെന്ന് അവർ തീരുമാനിച്ചത്. ഇതിനായി മരുഭൂമിയിൽ ഖനനം ആരംഭിച്ചു. 65 അടി വീതിയിലും 147 അടി ആഴത്തിലുമുള്ള ഒരു വൻ ഷാഫ്റ്റ് കുഴിക്കുകയാണ്. ഇതിങ്ങനെ കുഴിക്കുന്നത് മാത്രം മതിയല്ല, ചുറ്റുമുള്ള മണ്ണിടിഞ്ഞു വീഴാതിരിക്കാനായി ശക്തമായ ഒരു ഡയഫ്രം വാൾ നിർമ്മിക്കുകയാണ്. ഒരു പ്രത്യേക മെഷീൻ ആയിട്ടുള്ള എക്സ്ചേഞ്ച് വേറ്റർ ഉപയോഗിച്ചാണ് ഈ ജോലി ചെയ്യുന്നത്. ആഴത്തിലുള്ള കുഴികൾ നിർമ്മിച്ച് അതിൽ സ്റ്റീൽ കേജുകൾ ഇറക്കി വെച്ച് കോൺക്രീറ്റ് നിറച്ചാണ് പൂളിന്റെ ചുമര് ഭാഗം നിർമ്മിക്കുന്നത്. ഈ ജോലി പൂർത്തിയാക്കാൻ ഏകദേശം 2 മാസത്തിലേറെ സമയമെടുത്തു. ഇത് കഴിഞ്ഞതോടെ വീണ്ടും അടുത്ത ഖനനം ആരംഭിച്ചു. പദ്ധതി പ്രകാരം ഏകദേശം 45 മീറ്റർ വരെ താഴേക്ക് കുഴിക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷേ 8 മീറ്റർ മാത്രം കുഴിച്ചപ്പോൾ ഭൂഗർഭജലം പുറത്തേക്ക് വരാൻ തുടങ്ങി. മുമ്പ് നിർമ്മിച്ച ഡയഫ്രം വാൾ ചെറിയ ഭാഗങ്ങളായി നിർമ്മിച്ചതിനാൽ തന്നെ ഇടയിൽ ചെറിയ വിടവുകൾ ഉണ്ടായിരുന്നു. ആ ഭാഗത്താണ് ആദ്യം വെള്ളം കയറി തുടങ്ങിയത്. ഈ സമയത്ത് മറുഭാഗത്ത്
സമയത്ത് മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് അതിലെ വെള്ളം പുറത്തേക്ക് നീക്കി. ഒരേ സമയം ഖനനവും തുടർന്നു. അങ്ങനെ രാവും പകലും എന്നില്ലാതെ 2 വർഷത്തോളം ഈ ജോലി നീണ്ടുനിന്നു. ആകെ 45,000 ടൺ മണ്ണും കല്ലും ഈ കുഴിയിൽ നിന്ന് പുറത്തെടുത്തു. അത് കഴിഞ്ഞ് ഡയഫ്രം വാളിന് വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം ചെയ്യുകയാണ്. ഇങ്ങനെ ഈ മുഴുവൻ പ്രക്രിയക്കും മൊത്തമായിട്ട് ഏകദേശം 3 വർഷത്തിലധികം സമയമെടുത്തു. ഈ സമയത്താണ് എഞ്ചിനീയർമാർ മറ്റൊരു പ്രശ്നം നേരിടുന്നത്. പോളണ്ടിലെ ഡീപ് സ്പോട്ട് എന്ന 45 മീറ്റർ ആഴമുള്ള പൂൾ തുറന്നുവെന്ന വാർത്തയായിരുന്നു അത്. അതുവരെ ചെയ്ത ദുബായിലെ എല്ലാ പരിശ്രമങ്ങളും വെറുമൊരു റെക്കോർഡിന് മാത്രമായിരുന്നു. ഇത് കേട്ടതോടുകൂടി ദുബായ് ഭരണകൂടം പൂളിന്റെ ആഴം 45 മീറ്ററിൽ നിന്നും 60 മീറ്ററായി വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അപ്പോഴും വലിയൊരു പ്രശ്നം നേരിട്ടു. കാരണം ഭൂഗർഭ ജലത്തിന്റെ സമ്മർദ്ദം പൂളിനെ മുകളിലേക്ക് തള്ളാൻ ഇനിയും സാധ്യത കൂടുതലുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ എഞ്ചിനീയർമാർ 2 പ്രധാന തീരുമാനങ്ങൾ മുന്നോട്ട് വെച്ചു. ഒന്നാമതായി അധികമായി താഴേക്ക് കുഴിക്കുന്ന 15 മീറ്ററിന്റെ വ്യാസം പതിയെ കുറച്ചു കൊണ്ടുവരിക. ഇതുവഴി ഒരു പരിധിവരെ ഭൂഗർഭ ജലത്തിന്റെ സമ്മർദ്ദം കുറക്കാൻ സാധിക്കും. രണ്ടാമതായി അവർ മുന്നോട്ട് വെച്ചത് അണ്ടർ റീമിംഗ് ബേസ് നിർമ്മിക്കുക. ഇതൊരു ആങ്കർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കപ്പലിനെ നങ്കൂരം പിടിച്ചു നിർത്തുന്നത് പോലെ ഈ സംവിധാനം മുഴുവൻ ഘടനയെയും ഭൂമിയോട് ചേർത്ത് പിടിക്കും. ഒരുപാടധികം സമയമെടുത്ത് ഇതിലൂടെ അങ്ങനെ പൂളിന്റെ ആഴം വിജയകരമായി 60 മീറ്ററായി വർദ്ധിപ്പിച്ചു. പക്ഷേ അപ്പോഴും വെല്ലുവിളികൾ അവസാനിച്ചില്ല. ഇത്രയും വലിയ പൂൾ നിർമ്മിച്ചതോടുകൂടി പൂളിൽ വെള്ളമില്ലാതെ ഏറെ നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭൂഗർഭ ജലത്തിന്റെ സമ്മർദ്ദം കാരണം അത് വീണ്ടും മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനാൽ എത്രയും വേഗത്തിൽ വെള്ളം ഇതിൽ നിറക്കേണ്ടതുണ്ട്. 1,40,00,000 ലിറ്റർ വെള്ളം നിറക്കുക എന്നത് അത്ര ചെറിയ കാര്യമല്ലായിരുന്നു. ദുബായിലുള്ള അന്നേ വരെയുള്ള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മാത്രം ഉപയോഗിച്ച് ഇത് നിറക്കുകയാണെങ്കിൽ 3 മാസം വരെ സമയമെടുക്കും. അതിനാൽ പുറത്തുനിന്ന് 100-ലധികം വാട്ടർ ടാങ്കുകൾ പുതുതായി ഉപയോഗിച്ചു. ഇതെല്ലാം ഉണ്ടായിട്ടും ഈ പറഞ്ഞ 60 മീറ്റർ പൂൾ നിറക്കാനായിട്ട് 1 മാസം മുഴുവൻ സമയമെടുത്തു. വെള്ളം നിറക്കുന്നതിന് മുമ്പേ തന്നെ വെള്ളത്തിനടിയിലെ മുങ്ങിയ നഗരം ടീം സജ്ജമായിരുന്നു. വെള്ളം നിറച്ച ശേഷം ചില സാധനങ്ങൾ മുകളിലേക്ക് പൊങ്ങി തുടങ്ങി. ചിലതിൽ തുരുമ്പും പിടിച്ചു. ഇതിനെ തുടർന്ന് ചില വസ്തുക്കളിൽ മെഷീനുകൾ ഉപയോഗിച്ച് തുളയിട്ട് അധിക ഭാരം ചേർത്ത് പിടിച്ച് വെള്ളത്തിനടിയിൽ സ്ഥിരമായി ഉറപ്പിച്ചു. ഇതോടുകൂടി എല്ലാ ജോലികളും പൂർത്തിയായ ശേഷം ഇതോടെ എല്ലാ ജോലികളും പൂർത്തിയായി 2021 പ്രത്യേക അതിഥികൾക്കായി ഡീപ് ഡൈവ് ദുബായ് തുറന്നു. പിന്നീട് തൊട്ടടുത്ത വർഷമായ 2022 പൊതുജനങ്ങൾക്കായി ഇത് തുറന്നു നൽകി. ഇത്രയും വലിയ പ്രൊജക്ടിന്റെ യഥാർത്ഥ ചെലവ് എത്രയാണെന്ന് ദുബായ് ഗവൺമെന്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തൊക്കെയായാലും ദുബായിലുള്ള എല്ലാ പ്രൊജക്ടുകളെയും പോലെ തന്നെ ഇതൊരു വിലമതിക്കാനാവാത്ത പ്രൊജക്റ്റ് ആണ്. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോയുമായി കാണാം.